തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുടുംബക്കാര്യമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. വയനാട്ടുകാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്ന വിമർശനം കൂടി ആനി രാജ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ താൻ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ല, താൻ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കില്ലെന്നുമാണ് ആനി രാജ പറഞ്ഞു വെക്കുന്നത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ദേശീയ മാധ്യമങ്ങളടക്കം തമ്പടിച്ച പ്രചാരണത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന സാഹചര്യമാണ് വയനാട്ടിൽ. അവസാന ലാപ്പിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത് എന്ന് വ്യക്തമാക്കി CPI സ്ഥാനാർത്ഥി ആനി രാജ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം? വലിയ ആവേശം നിറഞ്ഞ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾക്ക് കാണാം. അത് എന്നോടൊപ്പം കുറച്ച് സമയം സഞ്ചരിച്ചാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. വലിയ പ്രതീക്ഷയിലാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് താങ്കളുടെ ഭർത്താവ് ഡൽഹിയിൽ ആവശ്യപ്പെടുന്നു. താങ്കൾ വയനാട്ടിൽ മത്സരിക്കുന്നു. അതൊരു നാടകമാണ് എന്ന ആക്ഷേപമാണ് BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുടുംബം കൊന്നയ്ക്കാമണ്ണിൽ, എൻ്റെ വീട്ടുപേര് കൊന്നയ്ക്കാമണ്ണിൽ നിന്നാണ്. എൻ്റെ കൊന്നയ്ക്കാമണ്ണിൽ നിന്നോ അതല്ലെങ്കിൽ ദൊരൈസ്വാമി, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമാണ് ദൊരൈസ്വാമി കുടുംബം. അവരുടെയോ വീട്ടുകാര്യമല്ല, ഇത് രാജ്യത്തിൻ്റെ കാര്യമാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഭാര്യയോ ഭർത്താവൊന്നോ ഇല്ല. ഇതിൻ്റെ അകത്ത് 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥികൾ 3 സ്ഥാനാർത്ഥികളുണ്ട് ഇവിടെ. അവർക്കൊന്നും എല്ലാവർക്കും ഭാര്യയുള്ളവരുണ്ടാകാം, ഭർത്താവുള്ളവരുണ്ടാകാം, അവരൊന്നും ഇല്ലാത്തുണ്ടാകാം, ബാച്ചിലേഴ്സ് ഉണ്ടാവാം. അതല്ല, ഇതിവിടെ ഒരു രാഷ്ട്രീയമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ 10 വർഷക്കാലം ഭരിച്ചിട്ട് ഈ പ്രധാനമന്ത്രി ഇന്ന് നീല വെള്ളത്തിൽ വീണ കുറുക്കനെ പോലെ മഴ പെയ്തപ്പോൾ അങ്ങ് എല്ലാം വെളിയിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ലോകം മുഴുവൻ ഇന്ന് അറിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് 5 ലക്ഷമായി ഭൂരിപക്ഷം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്, 4,30,000 നിന്ന്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ വരെ, കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ വയനാട്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയട്ടെ. ഇതിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അമേഠിയിൽ. അമേഠിയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കോൺഗ്രസ് ആദ്യം പറയണം. അത് മാത്രമല്ല, കോൺഗ്രസ് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വെറും ഫൂൾസ് ആയിട്ടാണ് കാണുന്നത്. They are taking the people of this constituency taken for granted എന്ന് പറയല്ലേ. ഒരു വിധത്തില് ഇവർക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ. ഇപ്പൊ കണ്ടു, ഒരു 8 മീറ്റർ റോഡ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ കീഴിൽ വന്നാണ്. അതിന് വലിയ പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിക്ക് ക്രെഡിറ്റ് കൊടുത്തു. 4 വർഷമായി ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. 2 ഭാഗത്തുമുള്ള ജനങ്ങളാണ് ഇപ്പൊ എന്നെ വന്ന് കണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നോട് പറയണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ എന്ത് ചെയ്തു അത് ഈ ജനങ്ങൾ ഇവിടെ വിഡ്ഢികളാണ്. അവർക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവരെല്ലാം ഇങ്ങനെ വോട്ട് ചെയ്തോളൂ അടിയാളന്മാരായി എന്ന് കരുതുന്ന കോൺഗ്രസിന് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും.